നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് അസുഖത്തിനാണ് കാണിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ഇവിടെ പരിചയപ്പെടാം. ഫസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു. ഫസ്റ്റ് ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ. ഒരു പനി വരിക, അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ്, അല്ലെങ്കിൽ പ്രഷറായിട്ട് വരിക, കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുക, അതല്ലെങ്കിൽ സോഡിയത്തിന് പ്രശ്നം വരിക, ഇവരൊക്കെയാണ് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുന്നത്. ഹെർണിയ, വേരിക്കോസ് വെയിൻ, സാധാരണ മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, അതുപോലെ അപ്പൻഡിക്സ്, വയറുവേദന, ഛർദി, വയറിളക്കം, വയറ്റിൽ നിന്ന് പോവാതിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ എന്നിവയൊക്കെയാണ് ജനറൽ സർജറിയിൽ കാണിക്കുന്നത്. ഇനി ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എല്ല് രോഗ ഡോക്ടറെ എപ്പോഴാണ് കാണിക്കേണ്ടത് നമുക്ക് നോക്കാം. കൈ കാല് എവിടെയെങ്കിലും പൊട്ടൽ വരിക, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരിക, നമ്മുടെ കയ്യിൽ മസിൽ പെയിൻ വരിക, കൈ ഇങ്ങനെ അമർത്തുമ്പോൾ വരുന്ന ഈ ഭാഗത്തുള്ള പെയിൻ, അതേപോലെ മുട്ടിന്റെ വേദന, തേയ്മാനം പോലത്തെ ലക്ഷണങ്ങൾ, പിന്നെ കാലിന്റെ അടിയിൽ ഉപ്പൂറ്റി വേദന എന്നൊക്കെ പറയും രാവിലെ എഴുതി നടക്കുമ്പോൾ. ഇതൊക്കെ നമ്മൾ എല്ല് ഡോക്ടറെ കാണിക്കണം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, എല്ലാ എല്ലിന്റെ വേദന എല്ല് ഡോക്ടറെയല്ല. നിങ്ങളെ താടിയെല്ലിന്റെ ഫ്രാക്ചർ, അതുപോലെ താടിയെല്ലിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മാക്സിലോ ഫേഷ്യൽ സർജനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മൂക്കിന്റെ എല്ല് ആക്സിഡന്റുകളിൽ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്നത് ENT ഡോക്ടറെയാണ്. അടുത്തതായി പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. സ്ഥിരമായി വരുന്ന ചുമ, കഫക്കെട്ട്, അല്ലെങ്കിൽ ന്യൂമോണിയ പോലത്തെ അസുഖങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ ട്യൂബർക്കുലോസിസ് പോലത്തെ രോഗങ്ങൾ ബാധിച്ച ആൾക്കാർ, അതല്ലെങ്കിൽ COPD എന്ന് പറയും, പുകവലി കാരണം വന്ന് മാറാത്ത ചുമയും കഫക്കെട്ടും, അതേപോലെ തന്നെ ആസ്മ രോഗികൾ, ശ്വാസം മുട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെയാണ് പൾമനോളജി ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് കൊളായി. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റും മറ്റു ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ലിങ്ക് ഉണ്ട്. ചിലപ്പോൾ നടക്കുമ്പോൾ കിതപ്പ് വരുന്നത് ഹാർട്ട്, കാർഡിയോളജി കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ പൾമനോളജി ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറയാം, യൂറോളജിയും നെഫ്രോളജിയും രണ്ടും കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഏതൊക്കെ അസുഖങ്ങളിൽ യൂറോളജിയും ഏതൊക്കെ നെഫ്രോളജിയിൽ പോകുന്നു ആലോചിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെഫ്രോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കാം. അതിനകത്ത് ആദ്യം വരുന്നതാണ് ക്രോണിക് ആയിട്ട് ക്രിയാറ്റിൻ കൂടി നിൽക്കുന്ന ഒരു അസുഖം. ഷുഗർ ഉള്ള ആൾക്കാർക്ക് കിഡ്നി ഡാമേജ് വന്നിട്ട് വരുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പ്രഷർ കൂടിയിട്ടും വരുന്ന വിഷയങ്ങളിൽ കിഡ്നിക്ക് ഡാമേജ് വരും. സിസ്റ്റിക് സ്വെല്ലിങ്ങും അതേപോലെ മുഴകളും വരും. അതിന് ഡീൽ ചെയ്യുന്നതും നെഫ്രോളജിസ്റ്റ് ആണ്. ഡയാലിസിസ് അതടക്കം നെഫ്രോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ യൂറോളജിസ്റ്റിനെ എവിടെ കാണിക്കണം നോക്കാം. എവിടെയല്ലോ അങ്ങനെ അതുപോലെ കട്ടൻ ശരിയാക്കും. കിഡ്നിയിൽ സ്റ്റോൺസ്, ബ്ലാഡറിന്റെ ഉള്ളിൽ സ്റ്റോൺ, അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് വരുന്ന കണക്ഷനിൽ തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, കിഡ്നിയുടെ മൊത്തത്തിലുള്ള വീക്കം, ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയും. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാൻ ചിലവർക്ക് കൺട്രോൾ കുറഞ്ഞ ആൾക്ക്, അതുപോലെ തന്നെ അകാലമായിട്ട് സ്ഖലനം പോകുന്നുണ്ട്, പ്രീമച്വർ ഇജാക്കുലേഷൻ, അതുപോലെ തന്നെ ലിംഗ ദൗർബല്യം, അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്യാത്ത, എന്ന് വെച്ചാൽ വയറിന്റെ ഉള്ളിൽ തന്നെ ടെസ്റ്റിസ് ഇരിക്കുന്ന ഒരു കണ്ടീഷൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടത് യൂറോളജിസ്റ്റിനെ. സൂപ്പർ.